റെസ്പോണ്ടന്റ് ലേണിംഗ് ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ എല്ലാവർക്കും, മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ വളരെ ഫെമിലിയർ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം, റെസ്പോണ്ടന്റ് ലേണിംഗിന് ഒരു ഉദാഹരണം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ എക്സാമ്പിൾ ഇതാണ്. മോഹൻലാലിനോട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു പേഴ്സണൽ ലൈഫ് നമുക്ക് ആർക്കും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിലൂടെയൊക്കെ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും അതിനപ്പുറത്തേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ ലൈഫോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല. അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നിയ സ്നേഹവും അടുപ്പവും ആരാധനയും ബഹുമാനവും ഒക്കെയാണ് നമുക്ക് ആ വ്യക്തിയോട് തോന്നുന്നത്. ഓക്കെ, അതൊരു കൈൻഡ് ഓഫ് ഒരു റെസ്പോണ്ടന്റ് ലേണിംഗും റെസ്പോണ്ടന്റ് ബിഹേവിയറുമാണ്. അസോസിയേഷനാണ്. കഥാപാത്രങ്ങളോടാണ്, അദ്ദേഹം ചെയ്ത പല കഥാപാത്രങ്ങളോടും നമുക്കൊരു അടുപ്പം അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, തോന്നിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ആ ഒരു സ്നേഹം, ആ ഒരു അടുപ്പം അത് ചെയ്ത വ്യക്തിയിലോട്ടും നമ്മൾ അസോസിയേറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോട് ഇത്രയും അധികം ഒരു സ്നേഹവും ആരാധനയും നമുക്ക് ഡെവലപ്പ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആൻഡ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു റെസ്പോണ്ടന്റ് ലേണിംഗിന്, റെസ്പോണ്ടന്റ് ബിഹേവിയറിന് എക്സാമ്പിൾ ആണ്. ഇനി റെസ്പോണ്ടന്റ് ബിഹേവിയറും റെസ്പോണ്ടന്റ് ലേണിംഗും എന്താണെന്ന് അറിയാത്തവരാണ് ഈ ഷോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുക, മനസ്സിലാക്കുക. താങ്ക് യു.